നമസ്കാരം. മഹാരാഷ്ട്രയിൽ നടന്ന ഇലക്ഷൻ നമ്മളെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 31 സീറ്റിൽ, അതായത് 48 സീറ്റുള്ള ലോക്സഭാ സീറ്റിൽ 31 സീറ്റും നേടിയിട്ടുള്ളത് മഹാ അഗാഡി സഖ്യം എന്ന് പറയുന്ന ശിവസേന, ഉദ്ധവ് താക്കറെ, കോൺഗ്രസ് ആൻഡ് ശരത് പവാറിൻ്റെ NCP കൂടിയാണ്. അവിടെ 31 സീറ്റിൽ നേടുമ്പോൾ 17 സീറ്റിലാണ് BJP സഖ്യം നേടിയത്. ആ 31 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് എന്ന് പറയുന്ന ലോകസഭാ സീറ്റ് എന്ന് പറയുന്നത് 7 നിയോജക മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ 217 സീറ്റിൽ ആവറേജ് ഭൂരിപക്ഷം നേടിയിരുന്നു മഹാ അഗാഡി സഖ്യം. എന്നാൽ ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ 6 മാസം കഴിഞ്ഞപ്പോൾ, നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 234 സീറ്റാണ് മഹായൂതി സഖ്യത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് ശിവസേന, ഷിൻഡെ പക്ഷം, അജിത് പവാർ, NCP, പിന്നെ BJPയും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഹരിയാനയിൽ ഒരൊറ്റ ആദ്യഘട്ടത്തിൽ കുതിച്ചു കയറിക്കൊണ്ടിരുന്ന കോൺഗ്രസ് ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് 25 സീറ്റിന് താഴേക്ക് പോയി. അതേപോലെ തന്നെ ഇവിടെ ആദ്യഘട്ടത്തിൽ ഈക്വലായിട്ട് പോയിരുന്ന ഒരു സംഭവം പിന്നീട് പെട്ടെന്ന് മാറി. എങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അട്ടിമറികൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ നടന്ന ഒരു ലോക്സഭാ സീറ്റുണ്ട്, നന്ദേഡി എന്നുള്ള സ്ഥലം. അവിടെ വസന്ത റാവു ചൗഹാനായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ മകൻ രവീന്ദ്ര ചൗഹാനാണ് ജയിച്ചത്. 1467 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ 6 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിച്ചിട്ടുള്ളത് BJP സഖ്യമാണ്, മഹായൂതി സഖ്യമാണ്. അതെങ്ങനെ വന്നു? അവിടെയാണ് നമ്മൾ അട്ടിമറി ശരിക്കും പഠിക്കേണ്ടത്. ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് കോൺഗ്രസ്, നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുന്നത് ഇവർ. അതെങ്ങനെ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കില്ല. ഒരേ സമയത്ത് 2 സ്ഥലത്തേക്കും ഇലക്ഷൻ നടക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തിന് 6 മണ്ഡലങ്ങളിൽ, 7 മണ്ഡലങ്ങളിൽ, 6 നിയോജക മണ്ഡലങ്ങളിൽ BJP സഖ്യം വിജയിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? ഇവിടെയാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ അട്ടിമറി സൃഷ്ടിക്കാൻ വേണ്ടി EVM അട്ടിമറി നടന്നു എന്ന് കൃത്യമായി ധരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട 2 സ്ഥലങ്ങളിലാണ് ഇലക്ഷൻ നടന്നത്. ജാർഖണ്ഡിൽ അവിടെ എന്താണ് നടന്നത്? 56 സീറ്റിൽ ജാർഖണ്ഡിൽ കോൺഗ്രസ് മുന്നണി, ജയമം അടക്കം മുന്നണി വിജയിച്ചു. അവിടെ നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന എന്താ, അവിടെ ഈക്വലായിട്ട് എന്നാണ് കിട്ടിയതെങ്കിലും കൃത്യമായിട്ട് അവിടെ ഈ ജയമമിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി വിജയിക്കും, കോൺഗ്രസ് മുന്നണി വിജയിക്കും എന്ന് 3-4 എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഈക്വലാണ് പറഞ്ഞത്, ഈക്വൽ ഫൈറ്റ് ആണെന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇവിടെ സംഭവിച്ചു? അത് വളരെ ക്ലിയറാണ്. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് അവിടെ നടന്നിട്ടുണ്ട്. അതായത് അവിടെ നിർബന്ധമായിട്ടും EVM അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കണം. ഇതിനെക്കുറിച്ച് അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്ന മലയാളിയായ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു, നമുക്ക് കേൾക്കാം. ഞങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഗ്രൗണ്ടിലുള്ള ജനങ്ങളുടെ വിചാരങ്ങളോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം. 31 സീറ്റിൽ കഴിഞ്ഞ നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച മുന്നണിയാണ്. 4 മാസം കഴിഞ്ഞില്ല. അപ്പോൾ ഇത് അവിശ്വസനീയമായൊരു റിസൾട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. EVM മെഷീൻ അടക്കം കുഴപ്പമുണ്ട്. അപ്പോൾ ആൾ ചോദിക്കുന്ന ജാർഖണ്ഡിൽ കണ്ടില്ലേ? അപ്പോൾ ജാർഖണ്ഡ് തന്നിട്ട് മഹാരാഷ്ട്ര പിടിക്കുക, ജമ്മു കാശ്മീർ തന്നിട്ട് ഹരിയാന പിടിക്കുക. എങ്ങനെ ഒരു തന്ത്രമാണ് എന്ന് പരക്കെ ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. കേട്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, അത്ഭുതത്തോടെ അദ്ദേഹം കാണുകയാണ്. കാരണം അദ്ദേഹം എല്ലാ മേഖലകളിൽ യാത്ര ചെയ്ത് വളരെ ശക്തമായ രൂപത്തിൽ ഈ അവിടെ കോൺഗ്രസ് മുന്നണി വിജയിക്കുമെന്നുള്ള കൃത്യമായ അറിവോടുകൂടി നിന്ന അദ്ദേഹത്തിന് കണ്ടിട്ടുള്ളത് അത്ഭുതകരമായിട്ടുള്ള തിരിച്ചടിയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്, അതായത് ഒരിക്കലും നമ്മളെ മനസ്സിൽ പോലും കാണാത്ത ഒരു തിരിച്ചടി നടന്നതിന് പിന്നിൽ വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ ഇന്ത്യയിൽ ഈ വോട്ടിംഗ് മെഷീൻ തമ്മിലുള്ള EVM വഴിയുള്ള വോട്ടിംഗ് പാറ്റേൺ മാറ്റണം.
നേരിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് പാറ്റേൺ മാത്രം നേരിട്ട് വോട്ട് ചെയ്യുന്ന ഒരു മുമ്പത്തെ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേരിട്ട് നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റ് വരിക, അതിൽ നമ്മൾ മാർക്ക് ചെയ്യുക, അതായിരിക്കണം തുടർന്ന് നീങ്ങേണ്ടത്. അല്ലാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വോട്ടിംഗ് പാറ്റേൺ പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറി സൃഷ്ടിക്കാമെന്ന് നമ്മളെ മൊബൈൽ വഴി എന്തായാലും നടക്കുന്നു, ഹാക്ക് ചെയ്യുന്നില്ലേ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നില്ലേ, ഇതേപോലെ വോട്ടിംഗ് മെഷീനിൽ ഇതെല്ലാം നടത്താൻ പറ്റുന്ന ഇസ്രയേലിൻ്റെ ആപ്പുണ്ട്. ആ ആപ്പ് വഴി ഏത് കാര്യത്തിലും കയറാൻ പറ്റും. നമുക്കറിയാലോ, ഇസ്രയേൽ ഇറാനിൽ പോയി ബോംബിട്ടത് എത്ര കൃത്യമായിട്ടാണ് അവർ ആകാശത്ത് വെച്ച് എത്രയോ അടി ഉയരത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നത്. അതൊക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പേജറിൽ ഹാക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഹാക്ക് ചെയ്തിട്ട് എല്ലാം പൊട്ടിത്തെറിച്ചില്ലേ. ഇതേപോലെ തന്നെ മൊബൈൽ അതേപോലെ സംവിധാനങ്ങൾ അവർ ഡാറ്റ സ്റ്റോർ എത്തുന്നില്ലേ. ഏറ്റവും പുതിയ ടെക്നോളജി ഇസ്രയേലിൻ്റെ കൈവശമുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ നരേന്ദ്രമോദിക്ക് ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വല്ല ബുദ്ധിമുട്ടാണോ? എന്തായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വലിയ അട്ടിമറി നടന്നു എന്നുള്ള കാര്യത്തിൽ മഹാരാഷ്ട്രയിൽ ശരിയായൊരു ഇലക്ഷൻ റിസൾട്ട് അല്ല എന്ന് തീർത്ത് പറയാൻ പറ്റും.